ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ അന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന വീഡിയോ കിട്ടിയതിന് ശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. അതിന് ശേഷം വീഡിയോ എടുക്കാനുള്ളൊരു എനർജി എനിക്ക് ഉണ്ടായില്ല. ഞാൻ അറിയില്ല, തുടക്കമായതുകൊണ്ടാണോ സമയത്തിൻ്റെ ആണോ എന്ന് അറിയില്ല. അത്യാവശ്യത്തിന് ഏറെ ക്ഷീണമുണ്ടായി. വേറെ ഒന്നുമല്ല, ഇടയ്ക്ക് തലക്കറക്കാണ്. അപ്പോൾ അത് നമുക്കധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കിടപ്പ് തന്നെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ ഷൂട്ടും കാര്യങ്ങളിലൊക്കെ ഇവിടെ അടുത്താവുമ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ പോകാറുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു, ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാണെങ്കിൽ ചെറിയൊരു എനർജിയും വേണ്ടേ, അതിനുള്ളൊരു സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം അതൊക്കെ ആയിരുന്നു കാരണങ്ങൾ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാണ്ട് പോയത്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ പോയിട്ടില്ല അല്ലേ, അറിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുണുക്ക മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് അന്നോട്ട് വിളിക്കുന്ന കുഞ്ഞേച്ചി ഇന്ന് വരുമോ, അപ്പോൾ ഞാൻ ഇന്ന് വരും എന്ന് പറയൂട്ടോ. എന്താ വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നോളിയിടും, അവിടെ അടമ്പുണ്ടാക്കും. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറയും. എന്നിട്ട് ഇപ്പോൾ കുട്ടീൻ്റെ പ്രതീക്ഷയൊക്കെ പോയിട്ടാണ് ഇരിക്കുന്നത്. ചേച്ചി ഭയങ്കര മൂട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് ഇരിക്കുന്നത്, നല്ല ദേഷ്യം വന്നിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നും കൂടി പോയില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും, ഉറപ്പാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് കുടുക്ക വിളിക്കണു. ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പറഞ്ഞ പോലെ എനിക്കും കുറച്ച് പരമാവധി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണ കുറച്ചുണ്ട്. കാരണം എനിക്ക് വർക്കും അങ്ങോട്ട് ചില ടൈമിൽ ഓട്ടോ കൊടുക്കും, പെൻഡ്രൈവ് കൊടുക്കാൻ, കോപ്പി ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ചെറിയ ഷൂട്ട് വരുമ്പോൾ അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് വരാം. ഇടയ്ക്ക് നമുക്ക് പാത്രം കഴുകല്, ഇതിടല്, ഫുഡ് ഉണ്ടാക്കല് ഏട്ടന് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കാൻ. എന്റെ ഏട്ടനാണെല്ലാം ചെയ്യുന്നത്, അടിച്ചുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് ഓവറായി ഏട്ടനോട് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ തന്നെ കുറെ കാര്യം ചെയ്യാണ്ടാവും. ഇപ്പൊ തുണി ഇടാൻ പോയാലും ഏട്ടനോട് ഞാൻ പറയില്ല, ഇപ്പൊ തുണി കഴുകാനുണ്ടാവും. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞാലാണ് ഏട്ടനെ അറിയുള്ളത് കഴുകാനുണ്ടെന്ന്. നമ്മൾ പെണ്ണുങ്ങളെന്തെങ്കിലും നോക്കിയും കണ്ട് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറയാത്തതുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെയൊക്കെ ഇതായി എടുക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാനോ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ ഏട്ടനോട് എത്രത്തോളം ഞാൻ പണിയെടുപ്പിക്കും. എനിക്ക് തന്നെ പാവം തോന്നും. എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യിപ്പിക്കാറില്ല, ഒരു കാര്യം ഞാൻ ചെയ്യിപ്പിക്കാറില്ല, അതൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. അപ്പോൾ പിന്നെ എനിക്കൊക്കെ കൂടി ഏറ്റെടുക്കാൻ പറ്റൂല. പിന്നെ അമ്മയിലും എല്ലാവരും വിളിക്കുമ്പോൾ പറയും റെസ്റ്റ് കുഴപ്പമില്ലാതെ ഒന്ന് എടുത്തോളൂ കേട്ടോ, ഒറ്റയ്ക്കല്ലേ, വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കണ്ട പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം എടുത്ത് ചെയ്യാനും പേടിയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഏട്ടൻ ചെയ്ത് ഏട്ടനും ക്ഷീണിച്ചു, കാര്യങ്ങളൊക്കെ ആയി നല്ല സുന്ദരനെ ക്ഷീണിച്ച്. അപ്പം അങ്ങനെയൊക്കെ ആയിപ്പോൾ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് അമ്മ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡും കഴിക്കണം. കുറേ നാളെ സാമ്പാറൊക്കെ കൂട്ടി ചോറ് നമുക്ക് ഇവിടെ ഉണ്ടാവും ഒരു പരിധി, ഒരു ഉപ്പേരി, ചോറ്, അങ്ങനെയൊക്കെ ഒരു പരിധി ഉണ്ടാവും, നടക്കണുള്ളൂ, അങ്ങനെ ഉള്ളോ പറ്റണുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ട്. ഞാൻ അത് പറയുമ്പോൾ പറയണ്ട ഈ പ്രായത്തിൽ തന്നെ ബാക്ക് പെയിൻ വരില്ല, അതൊന്നും പറയണ്ട. എൻ്റെ ബാക്ക് പെയിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, എല്ലാവർക്കും അറിയാം, തണ്ടൽക്ക് ഒരു ഇഞ്ചക്ഷൻ അടിച്ചാൽ തന്നെ ഒരു പെണ്ണിൻ്റെ ജീവിതകാലം മുഴുവനും ഇത്തേക്കുള്ള ഒരു വേദനയ്ക്കുള്ള കാര്യമായിട്ടുണ്ടാവും. അതേപോലത്തെ എനിക്ക് ആർസിസിൽ ഇരിക്കുമ്പോൾ IT എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് തണ്ടലിക്കാണ് അടിക്കുക. അതെനിക്ക് 29 എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് ബാക്ക് പെയിൻ ഉള്ള ആളാണ്, കുഴപ്പമില്ലാതെ ചെറിയ രീതിയിൽ ബാക്ക് പെയിൻ ഉള്ള ആളാണ്. ഞാൻ സ്കൂളിൽ കയറിയ ബുക്കുകളൊക്കെ എല്ലാം കൊണ്ടുപോയില്ല, സ്കൂളിൽ വെക്കുക ചെയ്യുക കൂടുതലും. കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് എന്താ വെച്ചാൽ ബാക്ക് പെയിൻ അത്യാവശ്യമുണ്ട്. ഇഞ്ചക്ഷൻ അടിച്ചാൽ എല്ലാവർക്കും ഇഞ്ചക്ഷനെ കുറിച്ച് അന്വേഷിച്ചറിയാം. തണ്ടലിക്ക് കറക്റ്റ് അടിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തത്, ഞങ്ങൾക്ക് ഇങ്ങനെ വളയ്ക്കും, എന്നിട്ട് കറക്റ്റ് തണ്ടൽ കുത്തുക. അത് മാത്രമല്ല അവിടെ കുത്തി കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് ഒരു സ്റ്റിക്കർ ഇങ്ങനെ വെച്ച് ഒട്ടിക്കും. ഞാനത് പറിച്ച് കളയണമെങ്കിൽ ഒരാഴ്ചക്ക് പിടിക്കും. എല്ലാം കുളിക്കുമ്പോഴൊന്നും കളയില്ല. എന്താ വെച്ചാൽ അത്രയും വേദനയുള്ള ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഒരു ഓർമ്മയുണ്ട്, ഒരു വെള്ളയിട്ടൊരു മീശയൊക്കെ വെച്ചൊരു അച്ചാച്ചനാണ് ഞങ്ങൾ ഈ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോട്ടാ. അച്ചാച്ചനെ കാണുമ്പോൾ ഞങ്ങൾ തുടങ്ങും കരച്ചിൽ. പക്ഷേ ഞങ്ങൾക്കറിയാം IT എടുക്കാനാണ് ഈ അച്ചാച്ചൻ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്യാവശ്യത്തിന് ഈ പ്രഗ്നൻസിനും കൂടെ ആയതുകൊണ്ട് ഇല്ല ബാക്ക് പെയിൻ്റെ കൂടെ കുറച്ചും കൂടിയ കാരണം എനിക്ക് അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്ക് പെയിൻ വരുമ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത്, ഇപ്പോൾ വയറുവേദനയോ ബാക്ക് പെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്നാണല്ലോ പറയും. അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും അങ്ങനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് നടക്കുന്നില്ല. പിന്നെ ആ ഒരു ട്രാക്ക് കണ്ട് എത്തണമല്ലോ, നമ്മൾ വേറൊരു ജീവിതത്തേക്ക് കടന്നു. ഇത്രയും നാളത്തെ ജീവിത രീതിയല്ല. ഇപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ ഭയങ്കര കെയർ ചെയ്തിട്ടൊക്കെ നടക്കലായാലും ഇരിക്കലായാലും ഏട്ടൻ തന്നെ ഇടയ്ക്ക് അത്ഭുതത്തിൽ നോക്കില്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്കെല്ലാത്തിനും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുറത്തുനിന്ന് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിരുന്നു. ഇപ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായാലും ഞാനൊക്കെ ഒഴിവാക്കും. എന്ന് വെച്ചാൽ
ഉണ്ണിക്ക് വേണ്ടി നമുക്കത് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഏട്ടൻ തന്നെ ചിന്തിക്കാനിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ലേ. ആന്നേ ഇപ്പൊ ഇഷ്ടം പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമില്ലാന്ന് പറയും. എന്തിട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ ഫുഡിനോട് എനിക്ക് ഇപ്പൊ ഇഷ്ടങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ എന്ത് കണ്ടാലും വെച്ച് ഛർദ്ദിക്കാൻ വേണ്ട ഒരു ബുദ്ധിമുട്ട്. ഞാൻ മഞ്ജു വാങ്ങിച്ചോളൂ. മഞ്ജു കഴിക്കാനുള്ള ആളാണ്. പ്രഗ്നൻസി വരെ നല്ലൊരു രീതിയിൽ മഞ്ജു കഴിച്ചത് ഞാനാട്ടാ. മഞ്ജു ചോദിച്ചപ്പോ മഞ്ജു വേണ്ടാന്ന്. മഞ്ജു വേണ്ട ഇതെന്ത് ആരും പക്ഷെ എനിക്ക് എന്തോ നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, ചിലപ്പോ നമുക്ക് ആ സാധനം കാണുമ്പോ തന്നെ ഒരു തിന്നണ്ടെന്നുള്ളൊരു തോന്നൽ, ഇഷ്ടമില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോ ഏട്ടന് അത് പുതുമയാണ്. എനിക്ക് പുതുമയാണ്. കാരണം ശീലാണ് ഇങ്ങനെ ഓരോരുത്തരെ കണ്ടിട്ട്. നമ്മളിവിടെ ഇത്രയും വർഷത്തിരിക്കുന്ന ഒരു കുഞ്ഞി ഇതിനകത്ത് ഒരു സംഭവം ഒന്നാമത് ഇവിടെ പെൺപിള്ളേർ കുറവാണ്. അങ്ങനെ അല്ലെ, പെൺകുട്ടികളിൽ ആയിട്ട് നോക്കിയൊരു പരിചയം ഇല്ലല്ലോ. അനിയനാണുള്ളത്, പെങ്ങന്മാരോ. പിന്നെ അനിയൻ്റെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ഗർഭിണീനെ കാണേണ്ട സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏട്ടൻ അങ്ങനെ അറിയൊന്നുമില്ല അങ്ങനത്തെ കാര്യം. ഇപ്പൊ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഉത്തരവാദിത്തമായി അല്ലേ? അതെ. ഭയങ്കര മെച്ചൂർഡായാ? ഇല്ല അതൊന്നും ഇല്ല കേട്ടോ. അത് വെറുതെ തോന്നാൻ. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, ഇനി കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനും കുട്ടിയും കൂടിയിട്ട് വല്ല ടോയ്സിന് തല്ലുണ്ടാക്കും. ആ ഒരു സ്വഭാവമായിട്ട് എൻ്റെ ഏട്ടന് ഇപ്പോഴും മെച്യൂരിറ്റി ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ചിന്തിക്കാറുണ്ട് അതാ നല്ലത്. എന്താ വെച്ചാൽ എപ്പോഴും അച്ഛനും മോനും ഒരു ഫ്രണ്ട്സ് വൈബിൽ പോവുകയാണെങ്കിൽ, മോനായാലും മോളായാലും ഒരു ഫ്രണ്ട്സ് വൈബിൽ പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതല്ലേ. ബെറ്റർ. തന്ത വൈബൊക്കെ പിന്നെ നമ്മ ഇവിടെ ഒരുമിച്ച് ആ ഒരു വൈബ്. അത് ഇപ്പത്തെ ജനറേഷൻ എല്ലാവരും അങ്ങനെ തന്നെയാ പോകുള്ളൂ. പണ്ടത്തെ ജനറേഷൻ പോലെ അല്ലല്ലോ. എന്റെ ജനറേഷൻ കുറെ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്. പക്ഷെ പിന്നെ എപ്പോഴും ഞാൻ ചില നേരത്തെ ചിന്തിക്കാൻ, ഏട്ടനാണ് 24 വയസ്സാണുള്ളത്, ഇനി 22 തോന്നാറ്. എന്നുവെച്ചാൽ ചില നേരത്തെ ഏട്ടൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഇപ്പൊ ഏട്ടൻ്റെ കാറിലായാലും നിറച്ച് ടോയ്സ് ആയിരിക്കും. അപ്പൊ ആ ടോയ്സ് ഒരു കുട്ടി ചോദിച്ചാൽ ഏട്ടന് കൊടുക്കാൻ ഒരു മടിയാ. സത്യം തീരെ കൊടുക്കൂല. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കാതിരിക്കുക. അങ്ങനത്തെ ഒരാളാട്ടാ. എന്താ വെച്ചാൽ അത് ആൾക്ക് കുട്ടികളെക്കാട്ടും മൈൻഡാണ്. അത് ഏട്ടന്റെ ഫേവറേറ്റ് ടോയ് ആയിരിക്കും. അപ്പൊ അതെടുത്ത് കൊടുക്കാനൊരു മടി. അങ്ങനത്തെ ഒരാളാ. ഇപ്പൊ കുണുക്കനും കുടിക്കുകയും കണ്ടാലത് ഞാൻ ചിന്തിക്കും, കുണുക്കന്റെ കൂടെ ഇരുന്ന് ഗെയിം കളിക്കണാണ്ടായിരിക്കും. കുണുക്കനെ ഏട്ടൻ കേടാക്കണേ, ഏട്ടന് കുണുക്കൻ കേടാക്കാണോ എന്ന് മനസ്സിലാവില്ല. രണ്ടാളും ഗെയിം കളിയൊരു ഉസ്താദുമാരാ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. ഫുള്ള് ഗെയിം കളിച്ചിരിക്കും ഏട്ടനെ അളിയനുണ്ട്. അപ്പൊ കുണുക്കനെ അതിന് വേണ്ടിയിട്ടാ വിളിക്കണേ, എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല കുണുക്ക് വിളിക്കണേ. എനിക്കറിയാം അളിയനെ കിട്ടാൻ വേണ്ടിയിട്ടാ. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കുട്ടിക്ക്. പിന്നെ കുണുക്കനൊരു കാര്യമുണ്ട്, കെയറിങ് കുറച്ച് കൂടുതലാ. പിന്നെ അവിടെ പോയാലായാലും ശ്രദ്ധിക്കലും കാര്യങ്ങളൊക്കെ കുണുക്കന് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ ചക്കമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കുണുക്കിന് ചക്കമ്മാന്ന് എന്താ വിളിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ശീലമായിട്ട് അങ്ങനെ വരുള്ളൂ. നമ്മളതിങ്ങനെ വീട്ടിൽ തമാശക്ക് വിളിച്ച് ശീലമായതാ. കുണിക്കുമോളെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കണ്ടാ സ്നേഹിക്കുന്നല്ലാണ്ട് ഫോൺ വിളിച്ച് സ്നേഹിക്കലൊന്നുമില്ല. കുടിക്കുമ്പോളേക്ക് അവളിങ്ങനെ ഫോൺ വിളിക്കലേ സംസാരിക്കലൊന്നുമില്ല. മൂപ്പരെ കാര്യങ്ങൾ രീതിയിലുള്ള പോലെ. പക്ഷെ കുണിക്കുന്ന അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഒരു ദിവസം എത്ര വട്ടം വിളിക്കും നിങ്ങൾ വരുന്നുണ്ടോ എന്ന് വെച്ചിട്ട്? അത് മാത്രമല്ല, ഇന്നാൾ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടാ. അതിനെ വാശിക്കുമ്പോൾ എന്താ കാടിയെന്നറിയോ? ഇടയ്ക്ക് വിളിക്കും, ഞാൻ എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തോട്ടാ കട്ട് ചെയ്യും, പിന്നെ എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തോട്ടാ കട്ട് ചെയ്യും. ഇവ ഇങ്ങനെ എത്ര വട്ടം ഒന്ന് വാശി കാണിച്ചതറിയോ? അവന് അങ്ങനത്തെ ഒരു മൈൻഡായിട്ടാ. ഇഷ്ടം കൊണ്ടാണ്, ഭയങ്കര സ്നേഹ. അല്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മ എന്നാ പറഞ്ഞ ദിവസം അവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇത് PCOD ഇല്ലാണ്ടൊക്കെ ഒരു പ്രഗ്നൻസിലേക്ക് വരാണ്ടൊക്കെ അവൻ പറയണ്ട, എൻ്റെ അയ്യപ്പ കുഞ്ഞിനൊരു കുഞ്ഞിക്കാലം അയച്ചു കൊടുക്കണേന്ന് അവൻ പറയണ്ടേ, ചേച്ചിക്കൊരു ഉണ്ണിനെ കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താ എന്റെ കുട്ടീന് ആഗ്രഹമായിരുന്നു ചേച്ചിക്കൊരു ഉണ്ണിയാണ്. അപ്പൊ അവന്റെ ഇപ്പൊ പറച്ചിലെന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടാണ് ചേച്ചിക്ക് ഉണ്ണി ഉണ്ടായിക്കണേന്നാണ്. ഞങ്ങൾക്ക് എന്റെ കയ്യിലൊരു ഉത്തരവാദിത്തമില്ല. അവന്റെ പറച്ചില് ചേച്ചിക്ക് ഉണ്ണി ഉണ്ടായിക്കണേ ഞാൻ പറഞ്ഞിട്ടാണ്. അത് സന്തോഷിച്ച് അങ്ങനെ നടക്കണേട്ടോ ഉണക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വന്നു. പിന്നെ അടുത്ത ആഴ്ചയാണ് നമ്മുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊരു 3-4 ദിവസമുള്ളൂ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു 3 ദിവസമൊക്കെ ഉള്ളു അല്ലേ, 3 ദിവസം കൂടി കഴിഞ്ഞ സ്കാനിങ് കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചു വീട്ടിൽ നിന്നാകുമ്പോ പോവാം, എന്നിട്ട് തിരിച്ചങ്ങനെ വരാലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ മെല്ലെ യാത്ര ചെയ്യാമല്ലോ. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ല. 2 മണിക്കൂർ യാത്രയുണ്ട്. അതായത് നമ്മൾ പയ്യെ നിർത്തി. ഇപ്പൊ ഞാൻ തന്നെ നിർത്തിക്കാറുണ്ട്. ഇന്നലെ പോകണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇന്നലെ വയ്യാത്തോണ്ടായില്ല.
ഇന്നലെ ഫുള്ള് വയ്യാണ്ട് കിടക്കലായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പൊ ഞാൻ ഉറങ്ങി തുടങ്ങിയത് ഞാൻ ഒന്നായിരുന്നില്ല. എനിക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചില നേരം തോന്നാണ്ട് ഏട്ടനാണ് പ്രഗ്നന്റ്. വേറെ ഒന്നല്ല ഏട്ടാ, ഞാൻ ഉറക്കണേക്കാട്ടും കൂടുതൽ ആളുറങ്ങും. എനിക്ക് കിടന്നാലും ഉറക്കം കിട്ടാൻ കുറച്ച് ടൈം പിടിക്കും, തിരിഞ്ഞ് മറിഞ്ഞും കിടന്നിട്ട്. പക്ഷെ ഏട്ടൻ വേഗം കിടന്നുറങ്ങും. പക്ഷെ ഏട്ടൻ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ഉച്ചക്കായാലും പിന്നെ ഫുഡിനോട് ആൾക്കാണ് ഓരോന്നിനോട് അത് തിന്നാൻ ഇഷ്ടം, ഇത് തിന്നാൻ ഇഷ്ടമല്ലേ, പച്ചഭാഗം തിന്നാൻ ഇഷ്ടമല്ല. ചില ടൈമില് ഞാൻ എന്റെ വയറ്റിലെങ്ങാനും ഉണ്ടോ ഇവിടെ ഇങ്ങനെ സ്കാനിങ് വന്നിട്ടില്ല, എവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇനി ബാക്കി വീട്ടിൽ പോണ വിശേഷങ്ങളും കാര്യങ്ങളും കാണാടാ. അങ്ങനെ കുറേ ദിവസമായിട്ട് സംസാരിച്ചിരിക്കാത്തോണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു പോകും അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഹീറോ ഉണ്ട്, ഇവനെ കൂടെ നോക്കണേ. അപ്പൊ ഇന്നവൻ അമ്മാമരോട് കൊണ്ടാക്കിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോണം. എന്നിട്ട് പിന്നെ ഞാൻ അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണം വരാൻ. 2 ദിവസത്തെ വർക്കിന് ഒഴിവ് നോക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. വർക്കുള്ളപ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് അച്ഛനോട് വന്ന് നിന്നോണ്ടിന്ന്. ഈ മനുഷ്യനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തിയാൽ ചിലപ്പോൾ ഫുഡ് അടി ഉണ്ടാവില്ല, ശ്രദ്ധിക്കലുണ്ടാവില്ല, ഒന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ നിർത്തി പോണത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ ഗൾഫിലുള്ള ഹസ്ബൻഡാണെങ്കിൽ നമുക്ക് സമാധാനം, അവരവിടെ നിൽക്കും. പക്ഷെ നാട്ടിൽ നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ ഭാര്യയ്ക്കും പറഞ്ഞാൽ എനിക്കവിടെ ഒറ്റയ്ക്ക് പോയിരുന്നു. ഞാൻ കൃത്യ ടൈമിൽ ഫുഡ് കഴിക്കും, കൃത്യ ടൈമിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏട്ടൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാട്ടാ. അതുകൊണ്ടാണ് ഏട്ടൻ്റെ ഒഴിവ് നോക്കിയിട്ട് പോണത്. ഇതിപ്പോൾ ഇനി പ്രസവിക്കുന്ന സമയമാകുമ്പോഴായാലും മിക്കവാറും ഏട്ടൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കുള്ളൂ. അല്ല ഏട്ടാ, വേറെ ഉണ്ടായല്ലോ ഇവിടുത്തെ അച്ഛനമ്മനെയും വീഡിയോ കോൾ ചെയ്തില്ല എന്നുള്ള ഇതുപോലെ പരാമർശങ്ങളായിരുന്നു. വിളിച്ചു പറഞ്ഞില്ല. ഒന്നാമത് പറയട്ടെ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നില്ലല്ലോ. ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഒരു കമന്റ് ഞാൻ അതിന്റെ അടിയിൽ കണ്ടുട്ടാ, നിങ്ങൾ അവരുടെ വീട്ടിലാണ് നിക്കണല്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു അവർക്ക് ആർക്കും അറിയില്ല. നമ്മള് കൺഫേം ചെയ്തപ്പോ അച്ഛനമ്മേനെയും വിളിച്ചു. നൈറ്റ് ആയിരുന്നു വിളിച്ചത്. ഞാൻ ഡ്രൈവ് ചെയ്യണ കൊടുങ്ങല്ലൂർ ഡ്രൈവ് ചെയ്യണല്ലേ. നമ്മള് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മള് കൺഫേം ആയപ്പോ പറഞ്ഞു. അച്ഛനമ്മ വിളിച്ചത് എനിക്ക് തോന്നുന്നു നൈറ്റ് ആയിരുന്നു, ഒരു 7-8 മണിയൊക്കെ ആയിട്ടായി വിളിച്ചു. പിന്നെ നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല എന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കോൾ ചെയ്യലില്ല സാധാരണ. എൻ്റെ അമ്മ പോയപ്പോഴൊട്ടും വീഡിയോ കോൾ ചെയ്യലില്ല. അതുകൊണ്ടാണ് ഞങ്ങള് വീഡിയോ കോൾ ചെയ്ത് പറയുന്നത്. ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഡെയിലി എൻ്റെ വീട്ടിലേക്ക് കുണുക്കനും കാർത്തൂനും കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യുന്നതാണ്. ഞങ്ങള് നോർമൽ കോൾ ചെയ്യാറേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞാനൊരു ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കലും അമ്മ ഇങ്ങോട്ട് വിളിക്കലും വീഡിയോ കോള് ചെയ്യാറുള്ളൂ. നമ്മൾ പിന്നെ സൗണ്ട് കുറച്ചിട്ടിട്ട് സംസാരിക്കുന്നുള്ളൂ. അല്ലാണ്ട് നോർമൽ കോള് പണ്ട് ഞങ്ങൾക്ക് പതിവില്ലാണ്ട്. ഇപ്പം അമ്മയായാലും ഞങ്ങളെ വീട്ടിലിരിച്ച് പുറത്തേക്ക് പോവുകയാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇവർ പോവുകയാണെങ്കിലും വീട്ടിൽ നിന്നായാലും ഞങ്ങൾ വിളിക്കുക വീഡിയോ കോളാണ്. അത് പണ്ടേ ശീലം അങ്ങനെയാണ്. നോർമൽ കോൾ ചെയ്യണ പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ നോർമൽ കോളിൻ്റെ ലിസ്റ്റിലെടുത്ത് അമ്മയുടെ നമ്പർ ഉണ്ടാവില്ല. എന്നിട്ട് ഏട്ടൻ ഇടയ്ക്ക് പറയും റേഞ്ച് കിട്ടിയില്ലെങ്കിൽ ഏട്ടൻ പറയും എനിക്ക് നോർമൽ കോൾ ചെയ്തിട്ട്. പക്ഷെ എനിക്ക് ശീലമില്ല, ഞാൻ കട്ട് ചെയ്യും. പിന്നെ കുറച്ച് ഞാൻ ഏട്ടനെ വാട്സപ്പിൽ നിന്ന് വിളിക്കുള്ളൂ. എന്താ വെച്ചാൽ നോർമൽ കോള് വലിയ താല്പര്യമുള്ള ആൾക്കാരില്ല. മിക്കവാറും ഏട്ടനായാലും വർക്കിന് പോയാൽ നമ്മളും കൂടുതൽ വീഡിയോ കോൾ തന്നെ ചെയ്യാറ്. ഇപ്പം അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് അമ്മയും അച്ഛനായാലും പൊന്നേച്ചിയായാലും വിളിക്കുന്ന വീഡിയോ കോളാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് വിളിച്ച് നമ്മൾ പറഞ്ഞത്. ഏട്ടൻ്റെ അച്ഛനമ്മേനെ വീഡിയോ കോൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് പറയുന്നത്. നോർമലായി പറഞ്ഞു കാര്യങ്ങളായി സംസാരിക്കാറുണ്ട്, അമ്മ വിളിച്ച് സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലും നമ്മൾ അറിയിക്കുന്നിടത്തൊക്കെ അറിയിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അന്ന് തന്നെ അറിയിക്കുന്നിടത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ കോൾ ചെയ്യാറില്ലാത്തതുകൊണ്ടാണ് വീഡിയോ കോൾ ചെയ്ത് നമ്മളങ്ങനെ പെട്ടെന്ന് നമുക്കൊരു വീഡിയോ കോൾ ചെയ്യാൻ ഒരു ഇതുണ്ടാവൂല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാഞ്ഞത്. കുറെ പേര് നമ്മളെ വിളിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. കണ്ട് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ വന്ന് ട്രീറ്റും കാര്യങ്ങളും പറഞ്ഞ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ഇങ്ങനെ കാണും, സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നല്ല രസമാണ്. പിന്നെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ഇതിലേക്ക് പോയി. അപ്പോൾ വളരെ വേറൊരു ഇതിലേക്ക് പോവാണ്. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് ചിലപ്പോൾ എനിക്ക് വീടെടുക്കാനും കുറച്ച് ഇതായിരിക്കും അവിടെ. അല്ല അവിടുത്തെ ഫുഡ് അടിയും കാര്യങ്ങളും ഇവിടുത്തെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസും കാര്യമൊക്കെ എടുക്കട്ടെ. സാധാരണ നമ്മൾ ഇവിടെ വെച്ചാൽ എനിക്ക് പറഞ്ഞൊരു പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കുന്ന ആളായാലും എനിക്കങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് പോയില്ല കേട്ടോ. പിന്നെ ഏട്ടനാണ് അങ്ങനത്തെ ഒരു മൈൻഡ് പോവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ പോയാലും ഏട്ടൻ തന്നെ കൂടുതൽ എടുക്കുക അല്ലേ. അപ്പം അമ്മോട് ഞാൻ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് നാളേക്ക് എനിക്ക് ഇഡ്ഡലി വേണം. അപ്പോൾ ഇഡ്ഡലിക്ക് അമ്മ നെട്ടുണ്ട്. അല്ല ചേട്ടനെ അങ്ങനെ ഇഡ്ഡലി കഴിക്കും, പക്ഷെ ഭയങ്കര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കാറില്ല. അപ്പം അമ്മ ആകുമ്പോൾ അവിടെ അരച്ച് മാവുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെക്കും. കുറേ നാളെ ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ചട്നി.
വയറൊന്നുമില്ല. വയറില്ല. എനിക്ക് വയറില്ലേനെ. ഇതെന്തത്? ഇത് വേറല്ല. ഏട്ടരൊക്കെ എന്നോട് പറയട്ടത് എനിക്കെന്ത് വയറാവാതെ. അപ്പം പറഞ്ഞു ഏട്ടൻ വയറാവാൻ സമയമുണ്ട്. പിന്നെ ഒന്നാമത്തെ ഞാൻ ഭയങ്കര തടിയില്ലാത്ത ആളായതുകൊണ്ട് തന്നെ വയറും കാര്യങ്ങളൊക്കെ ആയി വരാൻ സമയമുണ്ട്. പക്ഷെ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട്. വണ്ണം വെച്ചിട്ടുണ്ട്. അത് മാറും, ഹോർമോൺ ചേഞ്ച് ഉണ്ടാവൂല. വണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കെട്ടിടിയാരും പറയട്ടെ കാല് കൈയൊന്നും വയറും വിടല്ലേട്ടെന്ന് വേണ്ട, നിനക്ക് വയറായാലല്ലേ എനിക്കത് തോന്നുള്ളൂ എന്ന് പറയും. അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ അതൊക്കെ ആവും സമയം പോലെ. 3 മാസം പിടിക്കൂലേ? 3 മാസമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ 3-4 ദിവസം ഞാൻ കേട്ടത്. കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് സമാധാനമുള്ള. പിന്നെ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ നമ്മള് പുറത്തുനിന്ന് പ്രഗ്നന്റ് ആയ ഒരാളെ കാണുമ്പോൾ നമ്മുടെ വിചാരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും ഇല്ല, പ്രഗ്നൻസി ഫുൾ അങ്ങനെ ഹാപ്പിയാണ്. പക്ഷെ അതല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴാണ് ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴും വെയിറ്റ് എടുത്താൽ അയ്യോ ഇനി എന്തെങ്കിലും പറ്റുമോ, അങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഡെലിവറി വരെ ഉണ്ടാവും അല്ലേ? സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പൊന്നിച്ചായാലും അമ്മയായാലും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആ സിറ്റുവേഷനോട് കൂടെ പോകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറ്റേണായാലും അതെ, എന്നെ കുറച്ച് കൂടുതൽ കെയറിങ്. അപ്പോൾ വണ്ടിയൊക്കെ പയ്യെ ഓടിക്കണേ. ഇന്നലെ ഒരാളിരുന്ന് ചീത്ത വിളിച്ചിരുന്നു. എൻ്റെ ചാളിങ്ങനെ പെട്ടെന്ന് ഇരിക്കാൻ പോലെ വന്നപ്പോൾ ഇങ്ങനെ ഇതാവൂല വണ്ടി. അപ്പം ഏട്ടൻ ദേഷ്യം വന്നപ്പോൾ ഏട്ടൻ ചീത്ത വിളിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ക്ഷമയിൽ പോണ ഒരാളാണ് ഇപ്പൊ ചീത്ത വിളിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് അതുകൊണ്ട് ഒരു ആപത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ ദൂരെ യാത്ര ഒന്നും പോണില്ല. ഏട്ടൻ നാളെ എന്നോട് ചോദിക്കണ്ടേ ട്രിപ്പൊന്നും പോവാൻ പറ്റില്ല അല്ലേ? എൻ്റെ ഏട്ടന് മാസത്തിൽ ഒരിക്കൽ ട്രിപ്പ് പോകാൻ കേട്ടോ. പക്ഷെ അത് എനിച്ചിരിക്കും മനുഷ്യ. ട്രിപ്പ് പോകാൻ 8 മാസം ആവാൻ പറ്റുമെന്ന് പറയണ്ടല്ലോ. 8 മാസം ആകുമ്പോൾ എന്നാലും ഒരു ചേച്ചി 8 മാസമൊക്കെ ആയിരിക്കുമ്പോൾ ഊട്ടിയിലൊക്കെ പോയത് കാണാണ്ട്. പെട്ടെങ്കിൽ എങ്ങനെയൊക്കെ പോട്ടാ ബേബി മൂണെന്ന അങ്ങനെ എന്തോ പറയില്ലേ? അല്ല ഞങ്ങൾ 2 ആളായിട്ട് ഇനി ട്രിപ്പ് പോകാൻ പറ്റും തീരെ കുറച്ച് ഗ്യാപ്പിൽ വന്ന് 2ാമത്തെ ദിവസമാണ് കൺഫേം ആയത്. പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ലേ. ഞാൻ വെച്ച് നോക്കിയിട്ട് കാര്യമില്ലല്ലോ, വിഷമാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. സംസാരിച്ച് കുറേ നേരമായി പോവാ. അപ്പോൾ ഹീറോ ഇറങ്ങിപ്പോയി, ഞാൻ കൊണ്ടുപോകണം. അവന് പകല ഉറക്കം. ഇന്ന് 1ാമത്തെ ഇലക്ഷന്റെ റിസൾട്ട് വന്നുകൊണ്ട് പടക്കം പൊട്ടിക്കലായത്. ഹീറോ ഭയങ്കര. ഞാനൊരു കാര്യം പറയാം, ഞാൻ നല്ല കോൺഗ്രസ്സുകാരി. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പാർട്ടിയിലില്ലായ്മ നല്ല BJP ആണ്. പാർട്ടിയില്ലാന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് എന്റെ പാർട്ടി പറയാൻ പേടിയൊന്നുമില്ല. ഏട്ടനോ പേടിയൊന്നുമില്ല. അല്ല ഞാൻ പറഞ്ഞത് ഈ ഇടദോഷം വലദോഷം അല്ലാണ്ട് നമുക്ക് BJPക്ക് സീറ്റ് എന്തായാലും നമുക്കറിയാം അധികം ഉണ്ടാവില്ല, നമുക്കൊരു ധാരണ ഉണ്ട്. പക്ഷെ മാറ്റം വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞ പണ്ടൊട്ടേ നല്ല കോൺഗ്രസ്സുകാരിയാണ്. എൻ്റെ അച്ഛൻ നല്ല കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായി കോൺഗ്രസ്സിന്. അപ്പം അത് ജയിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? ഞാനിന്ന് സത്യം പറഞ്ഞ ഈ വയ്യാത്ത ടൈമിൽ ഇരുന്ന് രാവിലെ പല്ലേക്കാണ്ട് പുള്ളിയെ TV ഇരുന്ന് കാണാനായിരുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അപ്പൊ ഏട്ടനും ഭയങ്കര ഇഷ്ടമായിട്ട്. എന്താ വെച്ചാൽ നമുക്കൊരു മാറ്റം വരണമെന്നുണ്ടായി. ആ ഭരണത്തില് നല്ല മടുത്തുണ്ടായി. എന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, മോഡിഫിക്കേഷൻ അവര് ഒരു അനുമതി തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ആ ഭരണം മടുത്തിട്ടുണ്ടായിട്ട് അതും വേറെ കാര്യം പറയാലോ. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ബൈ. ബൈയില്ല, കാണാം. സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ക്യാമറ എടുത്തൊക്കെ വരുന്നല്ല, എനിക്ക് അവിടെ നിന്ന് ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ടിങ് അങ്ങനെ പോവുകയും ചെയ്യാം. ക്യാമറയും കാര്യങ്ങളൊക്കെ മിക്ക കൊണ്ടുപോകും. വീട്ടിലൊക്കെ സേഫും അല്ല, പേടിയാണ്. ആ പരിപാടി കഴിഞ്ഞു.
അതൊക്കെ ഇതേ കുഞ്ഞിനതേ ഫുഡ് വായ വെച്ച് കൊടുക്കുകയാണ് കേട്ടാ. കുറേ കറികൾ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ മതിപൂർവ്വം കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട്. വേറെ ഒന്നല്ല, വീട്ടിലേ പറയാലോ, ഈ പറഞ്ഞ പോലെ ഒരു കറി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറികളൊക്കെ വെച്ച് എന്നെങ്ങനെ കഴിക്കാറ്. ഇവിടെ വരുമ്പോഴാണ് അത്യാവശ്യം കൂടുതൽ കറികളൊക്കെ കുഞ്ഞൻ കൂട്ടി കഴിക്കണേ കേട്ടാ. അപ്പം അതേ കാത്തു നോക്കിക്കുന്നുണ്ട്. പൊന്നിന് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫുഡ്. കുണുക്കനും കുണിക്കൊക്കെ വായ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകി. വേറെ ഒന്നല്ല, ഞങ്ങൾ പയ്യാണ് വന്നത്. പിന്നെ ചെറിയൊരു മഴയൊക്കെ കിട്ടി. ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് പയ്യാണ് വന്നത് കേട്ടോ. അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു ഈ ചാവക്കാട് റൂട്ടിലൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശോഭ സിറ്റി മാളിൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കണത് കൂടുതൽ ഈ നെയ്ച്ചോറും ബീഫാണ് ഞങ്ങൾ ഓർഡർ ചെയ്യാറ്. ഞാനിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പൊറോട്ട പറഞ്ഞു. കാരണം ചോറ് ഞാൻ ഈ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് എനിക്കത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ കുണുക്കൻ നെയ്ച്ചോറും ബീഫും പറഞ്ഞു. എല്ലാവരും ബീഫ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അച്ഛൻ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മസാല ദോശയാണ് കൂടുതൽ ബെറ്റർ എന്ന് തോന്നി എനിക്ക്. അതൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുണുക്കൻ അവിടെ നിന്ന് ഗെയിമിലൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വന്നോളുള്ളൊരു പരിപാടിയാണ് ഗെയിം കാണിച്ചു തരൽ. ഞങ്ങൾ രണ്ടാളെ ഗെയിമൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സിനിമയുടെ ടൈമൊക്കെ ആയി. ആ സിനിമയൊക്കെ കയറിയിട്ട് പിന്നെ റിട്ടേൺ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇന്നലെ വന്നതിന് ശേഷം ശോഭയിൽ പോയി സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു ടൈമായിട്ടാണ്. പിന്നെ കിടന്നുറങ്ങി. ഞങ്ങൾ എനിക്കിപ്പോൾ നല്ല വൈകിട്ടുണ്ട്. രാവിലെ തന്നെ അച്ഛനും അമ്മയും കുണുക്കനും കൂടിയിട്ട് വല്യമ്മേനെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോയി. കാർത്തുമ്പോൾ പിന്നെ നല്ല ഉറക്കത്തിലായതുകൊണ്ട് പൊന്നേച്ചിയുടെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇനി വിളിച്ചിട്ട് വേണം വരുത്താൻ കാർത്തുമ്മനെ. പിന്നെ നമ്മുടെ കൂടെ ചക്കൻ വേണ്ടി, ചക്കമ്മ കുഞ്ഞ് പിണക്കത്തിലാണ്. അവർക്ക് ഇന്ന് രാവിലെ തന്നെ ഓരോ പിണക്കുകൾ തുടങ്ങും കേട്ടോ. ചക്കമ്മയ്ക്ക് കുഞ്ഞ് പിണക്കത്തിലാണ്. നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അമ്മ നേരത്തെ പോയി, കാരണം അമ്മയ്ക്കൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് അമ്മ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ പോയെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ വരുമ്പോൾ തന്നെ 2 മണിയായി കിടക്കുമ്പോൾ അല്ലേ. 2 മണിക്ക് അവർ 5 മണിക്ക് അങ്ങനെ കഴിഞ്ഞ് കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയത്. അത് ഞാൻ വിളിച്ചുകൊണ്ട് കെടുത്തി. ഇപ്പം അമ്മ പോകുമ്പോൾ അവരുടെ റൂമിലേക്ക് ഞാൻ കെടുത്തിയിട്ട്, എന്താ വെച്ചാൽ ചക്കമ്മയും ഒറ്റയ്ക്കായിരുന്നു കിടന്നായിരുന്നു. അപ്പം ഞാനും ഏട്ടനും കൂടി ആ റൂമിൽ പോയി കിടന്നു. ഞാൻ പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഡോറടയ്ക്കാനും കാര്യങ്ങളൊക്കെ വിളിച്ച കാരണം ഞാൻ അറിഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഞാൻ അറിയും അമ്മ വിളിക്ക് എന്തെങ്കിലും കാര്യത്തിന് എനിക്കും ചെയ്ത് കൊടുക്കും, വേഗം വന്ന് കിടന്നുറങ്ങും. പിന്നെയും വിളിക്കും എന്തെങ്കിലും കാര്യത്തിൽ ചെയ്ത് കൊടുക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നാളെ അമ്മ പൊന്നേച്ചിക്ക് ഒരു ദോശ വാങ്ങി കൊടുക്കാറുണ്ട്, മസാല ദോശ. ഞങ്ങൾ പണ്ട് കയറുന്ന ഒരു ഹോട്ടലിലേതാ. അപ്പം ഇന്ന് എന്തായാലും അത് കഴിക്കാമെന്ന് വെച്ചു. അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായി. അപ്പം അത് കഴിക്കാം അല്ലേ. അപ്പം അതൊക്കെ കഴിക്കാം. അമ്മ ആമ്പല്ലൂരാ ഇവിടെ എത്തിയെന്നാ പറഞ്ഞു. എന്നിട്ട് അമ്മ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി. ചക്കമ്മയുടെ പിണക്കും കാര്യങ്ങളൊക്കെ മാറ്റിട്ട് ഇനി ബാക്കിയൊക്കെ എടുക്കാം. ഇന്നലെ ശോഭയിൽ പോയിട്ട് അധികം ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ എത്തി, പിന്നെ ഒരു തിക്കും തിരക്കായിട്ട് പോവല്ലായിരുന്നു. സമയമൊന്നും അധികം ഉണ്ടായില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞത് കുണിക്കിത് ഫ്രൂട്ട് ബേക്ക് ആയിരുന്നു പറഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ആപ്പിളിന് ചിഹ്നമുള്ളൊരു ഫ്രൂട്ട് ബേ എന്നുള്ള സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുണിക്ക് കയറുന്ന കുറേ നാൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു. കുണിക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല, ഷുഗറും കാര്യങ്ങളൊന്നും ഇടാത്തൊരു ജ്യൂസാണ്. പക്ഷേ കുടിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി സംഭവം മധുരം ഇല്ലല്ലോ. പിള്ളേർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിള്ളേർക്കല്ല, നമുക്ക് ഇഷ്ടപ്പെടാറൊന്നുമില്ല ഈ മധുരമില്ലാത്ത ജ്യൂസ് കുടിക്കൽ പരിപാടികളൊക്കെ. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്ടാ. കുണിക്ക് മതിയായി, കുഞ്ഞിനും മതിയായി. എനിക്കിനെ പറയണ്ട, ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടാ. പിന്നെ ഈ ഒരു സംഭവം എന്തോ വാങ്ങിച്ചു, ഒരു കാര്യമില്ല, പുളിച്ചിട്ട് വായ വയ്ക്കാൻ പറ്റണല്ലോടാ. കഴിക്കണവരുണ്ട്. ഞങ്ങളുടെ കാര്യമാണ്ട, അത്ര ഇങ്ങനെ ഷുഗറൊക്കെ ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാറില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞെന്തേ ടയേർഡായിട്ടിരിക്കുകയാണ്. കാരണം കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തണ്ടലവേന എടുത്ത് കിടക്കേണ്ട. അത് കഴിഞ്ഞിട്ട് കുണിക്കണത് ഫുഡ് കഴിക്കേണ്ട. പിറ്റേ ദിവസത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.